നമുക്കിനി പറയാനുള്ളത് റൂൾ 137 ആണ്. റെസിഗ്നേഷൻ ഓഫ് മെമ്പേഴ്സിൻ്റെ റെസിഗ്നേഷനെ കുറിച്ചിട്ടാണ് റൂൾ 137 പറയുന്നത്. A member may at any time resign his membership of the Circle Cooperative Union. ഏത് സമയത്ത് വേണമെങ്കിലും മെമ്പറിന് റിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൈറ്റ് ഉണ്ട്. The resignation letter shall be sent to the secretary of the union, who shall cause the same to be placed before the next meeting of the union after 15 days. സെക്രട്ടറിക്ക് മുന്നിലാണ് ഈ ഒരു റെസിഗ്നേഷൻ ലെറ്റർ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. പിന്നെ വരുന്ന അത് കഴിഞ്ഞിട്ട് വരുന്ന ഈ റെസിഗ്നേഷൻ ലെറ്റർ നമ്മൾ പ്രൊവൈഡ് ചെയ്തതിന് ശേഷം വരുന്ന നെക്സ്റ്റ് മീറ്റിംഗിൽ ഈ ഒരു ലെറ്റർ ആക്സെപ്റ്റ് ചെയ്തിട്ട് റെസിഗ്നേഷൻ ലെറ്റർ ആക്സെപ്റ്റ് ചെയ്തിട്ട് 15 ഡേയ്സിനുള്ളിലായിട്ട് ഈ ഒരു ആൾക്ക് ആരാണോ റെസിഗ്നേഷൻ പ്രൊവൈഡ് ചെയ്തത് ആൾക്ക് ഈ ഒരു റെസിഗ്നേഷൻ ലെറ്റർ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും, അല്ലെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യും. The resignation shall take effect on its acceptance or on the expiry of 45 days. 45 days ഒരു ടൈം ലിമിറ്റ് കൊടുക്കുന്നുണ്ട്. റെസിഗ്നേഷൻ ആക്സെപ്റ്റ് ആകുന്നത് ഈ ഒരു സമയത്തിന് ശേഷമാണ്. 45 ഡേയ്സിന് ശേഷമാണ് ഈ ഒരു റെസിഗ്നേഷൻ ആക്സെപ്റ്റ് ചെയ്ത് ബാക്കി പ്രൊസീഡിങ്സ് കണ്ടക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു ലെറ്റർ ഡേറ്റ്. പിന്നെ വരുന്നത് റൂൾ 138 ആണ്. ഈ ഒരു ഡേയ്സ് മാത്രം പഠിച്ചാൽ മതി. അതേപോലെ തന്നെ ഹെഡിങ്ങും. 138 ഫില്ലിംഗ് ഓഫ് ഇന്ററിം വേക്കൻസീസ്. ഇന്ററിം ആയിട്ട് പെട്ടെന്ന് എന്തെങ്കിലും വേക്കൻസീസ് വരുവാണെങ്കിൽ അതെങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് എന്നുള്ളതാണ് 138 പറയുന്നത്. ഇന്ററിം വേക്കൻസി ഓഫ് എ മെമ്പർ ഷാൽ ബി ഫിൽഡ് അപ്പ് by election in the manner provided in these rules, and the person so elected shall hold office for the remaining term of office of the person in whose place was elected. ഇന്ററിം ആയിട്ട് എന്തെങ്കിലും വേക്കൻസീസ് വന്നു കഴിഞ്ഞാൽ ഇലക്ഷൻ കണ്ടക്ട് ചെയ്തിട്ട് തന്നെയാണ് അത് ഫില്ല് ചെയ്യുന്നത്. ആ പുതുതായിട്ട് ഫില്ല് ചെയ്യുന്ന ആളുടെ ടേം എന്ന് പറയുന്നത് ഓൾറെഡി ആര് കാരണമാണോ വേക്കൻസി വന്നിട്ടുള്ളത് ആളുടെ ആ ഒരു ടേം എത്രയായിരുന്നോ, ഓഫീസ് ടേം എത്രയായിരുന്നോ അതുവരെയാണ് ഇയാളുടെയും ടേം വരുന്നത്. പിന്നെ വരുന്നത് റൂൾ 139 ആണ്. ഫങ്ഷൻസ് ഓഫ് ദ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻസിന്റെ ഫങ്ഷൻസ് എന്താണ്, അവരെന്തൊക്കെ ഫങ്ഷൻസ് ആണ് കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് 139 പറയുന്നത്. ടു ഓർഗനൈസ്, അസിസ്റ്റ് ആൻഡ് ജനറലി ഡെവലപ്പ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വിത്തിൻ ദ സർക്കിൾ. സർക്കിളിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഓർഗനൈസ് ചെയ്യുക, അതേപോലെ തന്നെ അവർക്ക് വേണ്ടുന്ന ഹെൽപ്പ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. സെക്കൻഡ് വരുന്നത് ടു ക്യാരി ഓൺ കോപ്പറേറ്റീവ് പ്രൊപ്പഗണ്ട ആൻഡ് ടു സ്പ്രെഡ് എഡ്യൂക്കേഷൻ ഓൺ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസ്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസും പ്രാക്ടീസസും റിലേറ്റ് ചെയ്തിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക, അതേപോലെ തന്നെ കോപ്പറേറ്റീവ് പ്രൊപ്പഗണ്ട ഫോളോ ചെയ്യുക എന്നുള്ളത് നെക്സ്റ്റ് ഫംഗ്ഷൻ ആണ്. ടു ഓഫർ വ്യൂസ് ഓൺ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു ദ രജിസ്ട്രേഷൻ ഓഫ് സൊസൈറ്റീസ്, registration of amendments of the bylaws of the societies, amalgamation and division of the societies, supersession of committees, winding up of societies and other matters referred to it by the registrar. എന്തെങ്കിലും ഈ താഴെ പറഞ്ഞ മാറ്റേഴ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതും ഒരു ഫംഗ്ഷനാണ്. അതായത് ബൈലോ അമെൻമെന്റ്, ഡിവിഷനും അമാൽഗമേഷനും അതേപോലെ തന്നെ വൈൻഡിങ് അപ്പ്, സൂപ്പർ സെഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിലേറ്റ് ചെയ്തിട്ടുള്ളതും ഇതിൻ്റെ ഒരു ഫംഗ്ഷനാണ്. ടു സെറ്റിൽ ഓൾ മാറ്റേഴ്സ് ഓഫ് കോമൺ ഇൻട്രസ്റ്റ്, ടു അഡ്വൈസ് ആൻഡ് അസിസ്റ്റ് ദ പ്രൈമറി സൊസൈറ്റീസ് ഇൻ ദ സർക്കിൾ ആൻഡ് ടു ഫർദർ ദെയർ ഇൻട്രസ്റ്റ് ഇൻ എവറി വേ. എന്തെങ്കിലും കോമൺ ഇൻട്രസ്റ്റ് പ്രകാരം എന്തെങ്കിലും കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ സെറ്റിൽ ചെയ്യുക, അതേപോലെ തന്നെ അഡ്വൈസ് പ്രൊവൈഡ് ചെയ്യുക, അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതൊക്കെ function ആണ്. To undertake any other functions or discharge such duties as may be entrusted to it by the registrar of the state cooperative union. State cooperative provide ചെയ്ത functions അല്ലെങ്കിൽ registrar പറയുന്ന functions അതും കൂടി ഡിസ്ചാർജ് ചെയ്യുക എന്നുള്ളതും കൂടെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ വരുന്നത് റൂൾ 140 ആണ്. ഫണ്ടാണ്. ഫണ്ട്സ് ആൻഡ് വേരിയസ് ഫണ്ട്സ് ആണ് വരുന്നത്. ഗ്രാൻസ് ഫ്രം കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് എന്നല്ല, ഗ്രാൻസ് ആണ് ഫസ്റ്റ് വരുന്നത്. പിന്നെ വരുന്നത്
സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ ഗ്രാൻസ് ആണ്. പിന്നെ വരുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് ഗ്രാൻസ് ആണ്. പിന്നെ ഡൊണേഷൻസ്, വേറെ ഏതെങ്കിലും കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഡൊണേഷൻസ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതും കൂടെ ഫണ്ടായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് 141 ആണ്. മാനേജ്മെന്റ് ഓഫ് ദ യൂണിയൻ. The management of the affairs of the Circle Cooperative Union shall vest in the body constituted under Section 88. Constituted, അതായത് ബോഡി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സെക്ഷൻ 88 പ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ബോഡിക്ക് അനുസരിച്ചിട്ടാണ് ഈ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻസിന്റെ മാനേജ്മെന്റ്, അഫയേഴ്സിന്റെ മാനേജ്മെന്റ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. The members of the Circle Cooperative Union shall elect one of its members other than an ex-officio member to be its chairman. സർക്കിൾ കോപ്പറേറ്റീവിന്റെ യൂണിയൻസിന്റെ ടോട്ടൽ മെമ്പേഴ്സിൽ നിന്ന് ഒരാളെ എലക്ട് ചെയ്യും. എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്ത ഒരാളെ ചെയർമാൻ ആയിട്ട് ഇലക്ട് ചെയ്യും. പിന്നെ വരുന്നത് 142 ആണ്. മീറ്റിംഗ് ഓഫ് ദ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയന്റെ മീറ്റിങ്ങിനെ കുറിച്ചിട്ടാണ് ഈ ഒരു റൂളിൽ വരുന്നത്. 142. The members of the circle cooperative union shall meet at least once in every month. Once in every month ആണ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയന്റെ മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യുന്നത്. The secretary shall issue notices convening the meetings. At least 3 days notice. 3 days notice പ്രൊവൈഡ് ചെയ്തുകൊണ്ട് സെക്രട്ടറി നോട്ടീസ് ഇഷ്യൂ ചെയ്യണം എന്നാണ് പറയുന്നത്. 8 members shall form the quorum of meeting. ഈ quorum എന്ന് പറയുന്നത് 8 members ആണ്. മീറ്റിംഗിന്റെ quorum എന്ന് പറയുന്നത് 8 members ആണ്. The chairman and in his absence a member elected from among themselves by the members present shall preside over the meeting. ചെയർമാൻ അല്ലെങ്കിൽ ആളുടെ ആബ്സെൻസിൽ വേറെ ആരെയാണോ ഇലക്ട് ചെയ്യുന്നത് ആ ആളെയാണ് ആ ഒരു മീറ്റിംഗ് പ്രിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ പ്രിസൈഡ് ചെയ്യുന്നത് ഒന്നുകിൽ ചെയർമാൻ അല്ലെങ്കിൽ ചെയർമാൻ ഇല്ല എങ്കിൽ ആരെയാണോ നമ്മൾ ഇലക്ട് ചെയ്യുന്നത്, ചെയർമാനായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഇലക്ട് ചെയ്യുന്നത് ആളാണ് പ്രിസൈഡ് ചെയ്യുന്നത്, ആ ഒരു മീറ്റിംഗ് പ്രിസൈഡ് ചെയ്യുന്നത്. പിന്നെ വരുന്ന ഓൾ ക്വസ്റ്റ്യൻസ് ബിഫോർ ദ യൂണിയൻ ഷാൽ ബി ഡിസൈഡഡ് ബൈ മെജോറിറ്റി ഓഫ് വോട്ട്സ്. മെജോറിറ്റി വോട്ട്സ് പ്രകാരമാണ് എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. മെജോറിറ്റി ഓഫ് വോട്ട്സ് നോക്കിയിട്ടാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള തീരുമാനങ്ങളും എടുക്കുന്നത്. Should there be equality of votes, the chairman or the other person presiding shall have a casting vote. കാസ്റ്റിംഗ് വോട്ട് ഉണ്ട് എന്നാണ് പറയുന്നത്. ചെയർമാനോ അല്ലെങ്കിൽ ആരാണോ പ്രിസൈഡ് ചെയ്യുന്നത്, ആ ഒരു മീറ്റിംഗ് പ്രിസൈഡ് ചെയ്യുന്നത് ആൾക്കൊരു കാസ്റ്റിംഗ് വോട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈക്വൽ വോട്ട്സ് വരുന്ന കേസിൽ ഈ ചെയർമാന് അല്ലെങ്കിൽ ചെയർമാന് പകരം ആരാണോ പ്രിസൈഡ് ചെയ്യുന്നത് ആൾക്ക് ഒരു എക്സ്ട്രാ വോട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് കാസ്റ്റിംഗ് വോട്ട് എന്ന് പറയുന്നത്. കാസ്റ്റിംഗ് വോട്ടിലൂടെയാണ് ആരാണ് ജയിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ആരാണ് മെമ്പറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് ഫൈനലൈസ് ചെയ്യുന്നത് കാസ്റ്റിംഗ് വോട്ടിലൂടെയാണ്. ഈക്വാലിറ്റി വരുന്ന സമയത്ത് ചെയർമാനാണ് പ്രിസൈഡ് ചെയ്യുന്നതെങ്കിൽ ചെയർമാന് ഒരു എക്സ്ട്രാ വോട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. All the decisions of the union shall be recorded in a minutes book and attested by the members present in the meeting. എല്ലാ റെക്കോർഡിങ്സും, ഈ ഒരു മീറ്റിംഗിന്റെ എല്ലാ റെക്കോർഡിങ്സും മിനിറ്റ്സ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് റൂൾ 143 ആണ്. ടെർമിനേഷൻ ഓഫ് മെമ്പർഷിപ്പ്. മെമ്പർഷിപ്പിന്റെ ടെർമിനേഷനെ കുറിച്ചിട്ടാണ് 143 പറയുന്നത്. ഇഫ് എ മെമ്പർ ആബ്സെൻസ് ഹിംസെൽഫ് ഫ്രം 3 കോൺസിക്യൂട്ടീവ് മീറ്റിംഗ്സ്, 3 കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള തുടർച്ചയായിട്ടുള്ള 3 മീറ്റിംഗ്സിൽ മെമ്പേഴ്സ് പങ്കെടുത്തില്ല എങ്കിൽ ആ ഒരു മെമ്പർഷിപ്പ് ക്യാൻസൽ ചെയ്യും. A member of the committee of CCU shall cease to hold the act post if he ceases to be a member of the managing committee. Member of the committee member ആണെങ്കിൽ മാത്രമേ ആൾക്ക് ഈ ഒരു മാനേജിങ് കമ്മിറ്റിയിൽ ഇങ്ങനെയുള്ള മെമ്പർഷിപ്പ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് കിട്ടുള്ളൂ. If he is not a full time paid employee അല്ല, ഫുൾ ടൈം എംപ്ലോയി അല്ല എങ്കിലും മെമ്പർഷിപ്പ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ മെമ്പർഷിപ്പ് കൊടുക്കാൻ വേണ്ടി പറ്റില്ല.
പിന്നെ വരുന്ന റൂൾ 144 ആണ് ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഓഫ് ദ ഓഫീസ് ബിയറേഴ്സ്. ഓരോ ഓഫീസ് ബിയറേഴ്സിൻ്റെയും ഡ്യൂട്ടീസ് എന്താണ്, പവേഴ്സ് എന്താണ് എന്നുള്ളതാണ് റൂൾ 144 പറയുന്നത്. ദ ചെയർമാൻ ഓഫ് ദ യൂണിയൻ ഷാൽ ഹാവ് ജനറൽ കൺട്രോൾ ഓവർ ദ അഫയേഴ്സ് ഓഫ് ദ യൂണിയൻ. ചെയർമാൻ ആണ് കൂടുതലും കൺട്രോൾ വരുന്നത്. ദ സെക്രട്ടറി ഷാൽ ബി റെസ്പോൺസിബിൾ ഫോർ ദ ഡേ ടു ഡേ വർക്കിംഗ്. സെക്രട്ടറിയുടെ വർക്ക് എന്താണ്, ഡേ ടു ഡേ വർക്കിംഗ്സ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി. പിന്നെ വരുന്നത് റൂൾ 144A ആണ് റിമൂവൽ ഓഫ് ചെയർമാൻ ബൈ നോ കോൺഫിഡൻസ് മോഷൻ. ചെയർമാനെ റിമൂവ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് 144A പറയുന്നത്. നോട്ടീസ് ഷാൽ ബി സൈൻഡ് ബൈ സച്ച് നമ്പർ ഓഫ് മെമ്പേഴ്സ് ആസ് ഷാൽ കോൺസ്റ്റിറ്റ്യൂട്ട് നോട്ട് ലെസ് ദാൻ 1/2 ഓഫ് ദ ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദ മാനേജിംഗ് കമ്മിറ്റി. 1/2 ഓഫ് ദ ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദ മാനേജിംഗ് കമ്മിറ്റി, അതായത് മാനേജിംഗ് കമ്മിറ്റിയുടെ 1/2 സ്ട്രെങ്ത് എങ്കിലും ആൾക്കാർ ചെയർമാനെ റിമൂവ് ചെയ്യുന്നതിനുള്ള നോട്ടീസിൽ സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയർമാനെ റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു കോപ്പി, ഈ ഒരു നോൺ കോൺഫിഡൻസ് മോഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ കോപ്പി രജിസ്ട്രാർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവണം. അതേപോലെ തന്നെ ഇൻ പേഴ്സൺ ആയിട്ട് 2 പേര് പോയിട്ടാണ് ഈ ഒരു കോപ്പി പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതിൽ ഇവർ 2 പേരും സൈൻ ചെയ്തിട്ടുണ്ടാവണം. Any officer of the cooperative department authorized by the registrar shall arrange for the consideration of the motion in a meeting of the managing committee to be held at the office of the CCU on a date appointed by him, which shall not be later than 30 days from the date on which the copy of the motion. Any officer of the cooperative department, cooperative departmentലെ ഏതെങ്കിലും ഒരു ഓഫീസറെയാണ്. ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? രജിസ്ട്രാർ ആണ്. രജിസ്ട്രാർ അപ്പോയിന്റ് ചെയ്യും. അതേപോലെ ഈ ഒരു നോ കോൺഫിഡൻസ് മോഷൻ പ്രൊവൈഡ് ചെയ്തതിൽ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് ഒരാളെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിൽ ഒരാളെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. എവിടെയാണ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്? ഓഫീസ് ഓഫ് ദ CCU. CCUയുടെ ഓഫീസിലാണ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. ഡേറ്റ് അപ്പോയിന്റഡ് ബൈ ഹിം. ആ ഒരു ഡേറ്റ്, പറഞ്ഞ ഡേറ്റിലാണ് കണ്ടക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആൾ അപ്പോയിന്റ് ചെയ്തിട്ട് 30 ഡേയ്സിനുള്ളിൽ ആയിട്ട് ഈ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടാവണം. ദ ഓഫീസർ ഓതറൈസ്ഡ് ഷാൽ പ്രിസൈഡ് ഓവർ ദ മീറ്റിംഗ് കൺവീൻഡ്. ഈ നമ്മൾ ഒരാളെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട് എന്നോ, കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് എന്ന ഒരു ഓഫീസറിനെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. ഈ ഓഫീസറാണ് ഈ ഒരു മീറ്റിംഗ് പ്രിസൈഡ് ചെയ്യേണ്ടത്. A meeting convened for the purpose of considering a motion under this rule shall not for any reason be adjourned. ഇങ്ങനെയുള്ള മീറ്റിംഗ്സ് ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നോ കോൺഫിഡൻസ് മോഷൻ പ്രകാരം ചെയർമാനെ റിമൂവ് ചെയ്യേണ്ട മീറ്റിംഗ്സ് ആണെങ്കിൽ ഇങ്ങനെയുള്ള മീറ്റിംഗ്സ് ഒന്നും അഡ്ജേൺ ചെയ്ത് ഡേറ്റ് ചേഞ്ച് ചെയ്ത് മാറ്റി വെക്കാൻ വേണ്ടി പറ്റില്ല. As soon as the meeting convened under this rule has commenced, the officer presiding at the meeting shall read to it the motion for the consideration of which it has been convened and declare the motion to be open for debate. ഈ മീറ്റിംഗ് കൺവീൻ ചെയ്തിട്ട് ആ ഒരു മീറ്റിങ്ങിൽ ഇവർക്ക് ഈ ബാക്കിയുള്ള മെമ്പേഴ്സിന് ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഡിബേറ്റിനുള്ള ഒരു ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോൺഫിഡൻസ് മോഷൻ കംപ്ലീറ്റ് ആയിട്ട് വായിച്ചതിന് ശേഷം അത് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ആർക്കെങ്കിലും പറയാനുണ്ടോ എന്നുള്ള കാര്യം എൻക്വയറി ചെയ്യും. No debate on any motion under this rule shall be adjourned. ഇങ്ങനെയുള്ള ഡിബേറ്റ്സ് കണ്ടക്ട് ചെയ്യുന്നതും അഡ്ജേൺ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അന്ന് തന്നെ അതിനുള്ള തീരുമാനം എടുക്കണം, അല്ലെങ്കിൽ ഡിബേറ്റ് കണ്ടക്ട് ചെയ്യണം. The officer presiding over the meeting shall not speak on merits of the motion. He shall regulate the proceedings of the meeting. ഈ ഓഫീസർ പ്രിസൈഡിങ് ചെയ്യുന്ന ഓഫീസർ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഓഫീസർ ഈ ഒരു മീറ്റിങ്ങിൽ വേറെ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ വേണ്ടി പാടില്ല. ഇത് റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ഒരു നോൺ കോൺഫിഡൻസ് മോഷൻ നല്ലതാണെന്നോ അല്ലെങ്കിൽ മോശമാണെന്നോ അങ്ങനെയുള്ള രീതിയിലൊന്നും സംസാരിക്കാൻ വേണ്ടി പാടില്ല. ആളുടെ വർക്ക് എന്ന് പറയുന്നത് ഈ ഒരു മീറ്റിംഗ് റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്.
A copy of the minutes of the meeting showing the result of the voting together with a copy of the motion shall be forwarded to the registrar. ഈ മിനിറ്റ്സ് ബുക്കിൻ്റെ കോപ്പി മിനിറ്റ്സ് ബുക്കിൽ നമ്മളെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ മിനിറ്റ്സ് ബുക്കിലിൻ്റെ ഒരു കോപ്പിയും അതേപോലെ തന്നെ വോട്ടിങ്ങിൻ്റെ റിസൾട്ടും അതേപോലെ നമ്മൾ ആദ്യം പ്രൊവൈഡ് ചെയ്ത നോ കോൺഫിഡൻസ് മോഷൻ്റെ ഒരു കോപ്പിയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇത് മൂന്നും കൂടി രജിസ്ട്രാർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കണം എന്നാണ് പറയുന്നത്. If the motion is carried with the support of more than one half of the total strength of the managing committee, and if the chairman does not resign his office within 2 days after the passing of the motion, the registrar shall by notification in the Gazette remove him from the office. 1/2 കൂടുതൽ ആൾക്കാർ ഈ ചെയർമാനെ റിമൂവ് ചെയ്യുന്നതാണ് ബെറ്റർ എന്നുള്ള കാര്യം പറയുവാണെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യും. അതേപോലെ തന്നെ ചെയർമാന് വിത്തിൻ 2 ഡേയ്സിനുള്ളിൽ റിസൈൻ ചെയ്തില്ല, സ്റ്റോപ്പ് ചെയ്തില്ല, വർക്കിംഗ് സ്റ്റോപ്പ് ചെയ്തില്ല എന്നാണെങ്കിലും റിസൈൻ ചെയ്ത് പോയില്ല എന്നാണെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പ്രകാരം രജിസ്ട്രാറിന് ആ ഒരു ചെയർമാനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൈറ്റും കൂടെ ഉണ്ട്. ക്ലിയർ ആണോ പറഞ്ഞത്? പിന്നെ വരുന്നത് റൂൾ 145 ആണ്, ബജറ്റ്. The union shall prepare the budget estimate and a program of activities for each year and forward one copy to the state cooperative union and other copy to the registrar. ഈ ബജറ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഓരോ ഇയറിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവണം. അതേപോലെ തന്നെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് യൂണിയൻസ് കണ്ടക്ട് ചെയ്യുന്നതെന്നുള്ളത് കൂടെ കറക്റ്റായിട്ട് തീരുമാനിച്ചിട്ട് അതേപോലെ തന്നെ നല്ലൊരു ബജറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവണം. ഇതിൻ്റെ ഒരു കോപ്പി ഫോർവേഡ് 1 കോപ്പി ടു ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. ഇതിൻ്റെ ഒരു 1 കോപ്പി എന്ന് പറയുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിലേക്കും അതേപോലെ തന്നെ രജിസ്ട്രാർക്കും ഫോർവേഡ് ചെയ്ത് കൊടുക്കുകയും വേണം. ബജറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവണം, അതേപോലെ തന്നെ അതിൻ്റെ കോപ്പി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനും രജിസ്ട്രാറിനും സെൻഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ വരുന്നത് റൂൾ 146 ആണ്, ഡ്യൂട്ടീസ് ഓഫ് യൂണിയൻ. The union shall communicate its reviews on all matters referred to in by the registrar within 15 days or within the time specified by the registrar. യൂണിയന് എന്തെങ്കിലും തീരുമാനങ്ങൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും മാറ്റേഴ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും തീരുമാനങ്ങൾ പറയാനുണ്ടെങ്കിൽ അത് 15 ഡേയ്സിനുള്ളിലാണ് പറയേണ്ടത്. എന്തെങ്കിലും മാറ്റേഴ്സ് അറിയിച്ചു കഴിഞ്ഞാൽ എന്നതിനെക്കുറിച്ച് ഒരു തീരുമാനം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്ട്രാറിനെ അറിയിക്കേണ്ടത് 15 ഡേയ്സിനുള്ളിലാണ്. അല്ലെങ്കിൽ രജിസ്ട്രാർ 30 ഡേയ്സിനുള്ളിൽ അയച്ചാൽ മതി അല്ലെങ്കിൽ തീരുമാനം പറഞ്ഞാൽ മതി എന്ന് പറയുവാണെങ്കിൽ ആ ദിവസം ആ ഒരു ടൈം ലിമിറ്റിനുള്ളിലാണ് യൂണിയന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. The members of the union shall elect a delegate from among themselves to സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. ഈ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ മെമ്പേഴ്സ് എന്ന ഒരാളെ ഡെലിഗേറ്റ് ആയിട്ട് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് റൂൾ 147 ആണ്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. ഇനി കംപ്ലീറ്റ്ലി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ കഴിഞ്ഞു, ഇനി കംപ്ലീറ്റ്ലി എല്ലാ കാര്യങ്ങളും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. The office of the state cooperative union shall be at Trivandrum. ഓഫീസ് ട്രിവാൻഡ്രത്താണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, സെക്ഷൻ പറയുന്ന സമയത്ത് പറഞ്ഞു. The union shall have a seal. യൂണിയൻ ഒരു സീൽ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഇനി the funds of state cooperative union എന്ന് പറയുന്നത് അഫിലിയേഷൻ ഫീസ്, ആനുവൽ ഫീസ്. അഫിലിയേഷൻ ഫീസ്, ആനുവൽ ഫീസ് എന്ന് പറയുന്ന രണ്ടെണ്ണം സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ ഫണ്ട്സ് ആണ്. അലോട്ട്മെൻറ്റ്സ് ഫ്രം ദ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിൽ നിന്ന് കിട്ടുന്ന അലോട്ട്മെൻറ്റ്സും കൂടെ ഫണ്ടായിട്ട് വരും. അതേപോലെ തന്നെ സബ്സിഡീസും ഗ്രാൻസും, ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ഗവൺമെൻറ് സബ്സിഡീസും അതേപോലെ തന്നെ ഗവൺമെൻറ് ഗ്രാൻസും ഫണ്ടായിട്ട് വരും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ. എമൗണ്ട്സ് റിയലൈസ്ഡ് ഫ്രം പബ്ലിക്കേഷൻസ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻസിന് പബ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പബ്ലിക്കേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട്സ് കൂടെ ഫണ്ടിൽ ഇൻക്ലൂഡ് ചെയ്യും.
ഡൊണേഷൻസ് ഫ്രം സൊസൈറ്റീസ് ആൻഡ് അതർ സോഴ്സസ്. വേറെ സൊസൈറ്റീസിന് എന്തെങ്കിലും ഡൊണേഷൻസ് കിട്ടുവാണെങ്കിൽ അതുകൂടെ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ്റെ ഫണ്ടിൽ ഇൻക്ലൂഡ് ചെയ്യും. ട്യൂഷൻ ഫീസ് ആൻഡ് അതർ ഇൻകംസ് ഫ്രം ട്രെയിനിങ് സെൻറ്റേഴ്സ് ആൻഡ് കോളേജസ് റൺ ബൈ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ. സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻസ് കോഴ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ, ട്രെയിനിങ് സെൻറ്റേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫീസും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഇൻകംസ് ഒക്കെ ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള എഡ്യൂക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻകംസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതും സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ്റെ ഫണ്ടിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യമാണ്. പിന്നെ വരുന്നത് റൂൾ 148 ആണ്, അഫിലിയേഷൻ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. അപ്ലിക്കേഷൻ ഫോർ അഫിലിയേഷൻ ഓർ റിന്യൂവൽ ഷാൽ ബി സെൻഡ് ടു ദ സെക്രട്ടറി. സെക്രട്ടറിക്കാണ് നമ്മൾ ആപ്ലിക്കേഷൻ അയക്കുന്നത്. ഫോം നമ്പർ 14 ആണ്. ഫോം നമ്പർ 14ൽ അപെക്സ് സൊസൈറ്റി ആയിട്ടുള്ള അഫിലിയേഷൻസ് നമ്മൾ അയക്കുന്നുണ്ട്, സെക്രട്ടറിക്കാണ് അയക്കുന്നത്. ദ അഫിലിയേഷൻ ഫീ ആൻഡ് ആനുവൽ റിന്യൂവൽ ഫീ പേയബിൾ ബൈ ഫിനാൻഷ്യലി സൗണ്ട് സൊസൈറ്റി ഷാൽ ബി ദ ഫോളോവിങ് റേറ്റ്സ്. അഫിലിയേഷൻ ഫീസും ആനുവൽ റിന്യൂവൽ ഫീസൊക്കെ എത്രയാണെന്നുള്ളതാണ് താഴെ പറയുന്നത്. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് ദി സൊസൈറ്റി. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലും വെച്ചിട്ടാണ് നമ്മൾ ഫീസ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എത്രയാണെന്നുള്ളത് അതിനനുസരിച്ചുള്ള റേറ്റ്. അപ്പോൾ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 40 lakh ആൻഡ് എബോവ് വരുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണെങ്കിൽ 2000 rupees ആണ്. 20 lakh to 20 lakh ബിലോ 40 lakh ആണെങ്കിൽ 1800 ആണ്. 3 lakh ബിലോ 20 lakh ആണെങ്കിൽ 1600 ആണ്. 1 lakh ബിലോ 3 lakh ആണെങ്കിൽ 1000. 50,000 ബിലോ 1 lakh ആണെങ്കിൽ 600. 25,000 ബിലോ 50,000 ആണെങ്കിൽ 400 rupees. പിന്നെ 10,000 ബിലോ 25,000 ആണ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എങ്കിൽ 300. 5,000 ആൻഡ് ബിലോ 10,000 ആണെങ്കിൽ 200 rupees. ഇനി ബിലോ 5,000 ആണെങ്കിൽ 100 rupees. ഇതാണ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ വെച്ചിട്ടുള്ള അഫിലിയേഷൻ ഫീസ് ആയിട്ട് വരുന്നത്. 40 lakh ആൻഡ് എബോവ് ആണ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എങ്കിൽ ഒരു സൊസൈറ്റിയുടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എങ്കിൽ 2000 rupees ആണ് അഫിലിയേഷന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇനി ബിലോ 40 lakhും 20 lakhന് ഇടയിലായിട്ട് വരുവാണെങ്കിൽ 1800 ആണ്. പിന്നെ 3 lakh 20 lakh ഇതിനിടയിലാണ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആയിട്ട് വരുന്നതെങ്കിൽ 1600 ആണ്. 1 lakhനും 3 lakhനും ഇടയിലാണ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എങ്കിൽ 1000 rupees ആണ്. അതിന് 50,000ഉം 1 lakhനും ഇടയിലാണ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ വരുന്നതെങ്കിൽ 600 rupees ആണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. 25,000ഉം 50,000നും ഇടയിലാണ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ വരുന്നതെങ്കിൽ 400 rupees. 10,000നും 25,000നും ഇടയിലാണ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ വരുന്നതെങ്കിൽ 300 rupees. 5,000നും 10,000നും ഇടയിലാണെങ്കിൽ 200. ഇനി 5,000 രൂപയിൽ 5,000 rupeesൽ ബിലോ ആണെങ്കിൽ 100 rupees. ഇത്രയാണ് അഫിലിയേഷൻ ഫീസായിട്ട് വരുന്നത്. പിന്നെ വരുന്നത് റൂൾ 149 ആണ്, ഇലക്ഷൻ ഓഫ് ഡെലിഗേറ്റ്സ് ടു ദ ജനറൽ ബോഡി. The members of the Circle Cooperative Union and the managing committee members of the Apex Society, District Cooperative Banks and the Central Societies other than District Cooperative Banks shall from among themselves elect their delegates by a resolution passed at a meeting of the Union or of the managing committee as the case may be convened for the purpose. ജനറൽ ബോഡിയിലേക്കുള്ള ഡെലിഗേറ്റ്സിനെ സെലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എലക്ട് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയൻസിൻ്റെ മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സിലും അതുപോലെ തന്നെ അപ്പെക്സ് സൊസൈറ്റീസത്തെയും ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക്സത്തെയും സെൻട്രൽ സൊസൈറ്റീസത്തേക്ക് ഒരാളെ ഡെലിഗേറ്റ് ആയിട്ട് ഇലക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് റൂൾ 149 പറയുന്നത്. ഡെലിഗേറ്റിനെ ഇലക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം പഠിച്ചാൽ മതി. പിന്നെ വരുന്നത് 150 ആണ്, സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ്.
Any dispute relating to any matter in constitution of the general body and the managing committee of the state cooperative union shall be referred to the government and the decision thereon shall be final. ഡിസ്പ്യൂട്ട്സ് എങ്ങനെയാണ് സെറ്റിൽ ചെയ്യുന്നതെന്നാണ് 150 പറയുന്നത്. എന്തെങ്കിലും ജനറൽ ബോഡി അതേപോലെ തന്നെ മാനേജിങ് കമ്മിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഡിസ്പ്യൂട്ട് അറൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഗവൺമെന്റിലേക്കാണ് നമ്മൾ റെഫർ ചെയ്ത് പോകുന്നത്. അതേപോലെ തന്നെ ഗവൺമെന്റ് പറയുന്ന ആ ഒരു റെസ്പോൺസ് ഉണ്ടാകുന്ന ഡിസിഷൻ, ആ ഡിസിഷൻ എന്ന് പറയുന്നത് ഫൈനൽ ആയിരിക്കും. അതിൽ പിന്നെ ചേഞ്ചസ് ഒന്നും വരുത്താൻ വേണ്ടിയിട്ടോ വേണമെന്ന് പറയാൻ വേണ്ടിയിട്ടോ പറ്റില്ല. 150 സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ്. The procedure prescribed for the disposal of the reference under section 69. ഈ ഡിസ്പോസലിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് കണ്ടക്ട് ചെയ്യുന്നത് സെക്ഷൻ 69 ആ ഒരു പ്രൊസീജിയർ അതാണ് നമ്മുടെ ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നത്. All applications and petitions to revise any order passed at any stage of the constitution of the general body and managing committee shall be filed within 30 days from the date of the order sought to be revised. എന്തെങ്കിലും പെറ്റീഷൻസോ അല്ലെങ്കിൽ അപ്ലിക്കേഷൻസോ ഉണ്ടെങ്കിൽ അതൊക്കെ വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ വരുന്നത് 151 ആണ് പ്രൊസീജിയർ ഫോർ കണ്ടക്ട് ഓഫ് ഇലക്ഷൻ. ഇലക്ഷൻ എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നതെന്നുള്ള പ്രൊസീജിയറാണ് 151 വരുന്നത്. The managing committee of the state cooperative union in the office shall meet at least 60 days. മാനേജിംഗ് കമ്മിറ്റി മീറ്റിംഗ്സ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ MC മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യേണ്ടത് ആ ഒരു ടേം കഴിയുന്നതിന് 60 ഡേയ്സ് പ്രയർ ആയിട്ടാണ് മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഒരു റെസൊല്യൂഷൻ ആ ഒരു സമയത്തിൽ തന്നെയാണ് പാസ് ചെയ്യേണ്ടത്. A copy of the resolution shall be sent to the registrar by registered post within 1 week. 1 വീക്കിനുള്ളിലായിട്ട് നമ്മൾ ഫസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടുള്ള റെസൊല്യൂഷൻ്റെ ഒരു കോപ്പി RCSൽ രജിസ്ട്രാറിന് രജിസ്റ്റേർഡ് പോസ്റ്റ് ആയിട്ട് അയച്ചു കൊടുക്കണം. ഇത് കംപ്ലീറ്റ്ലി ഒന്ന് റിപ്പീറ്റ് വരുന്നതാണ്. നമ്മൾ നേരത്തെ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. ചേഞ്ചസ് ഒന്നും വരുന്നില്ല അധികം. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാമെന്ന് മാത്രമേ ഉള്ളൂ. ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ടതിൻ്റെ ആവശ്യമില്ല. കംപ്ലീറ്റ്ലി അതേ ഹെഡിങ്ങിൽ ചെറിയ ചേഞ്ചസ് ഉണ്ടെങ്കിലും കണ്ടന്റ് സെയിം തന്നെയാണ് വരുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ, ഇവിടെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ, അത്രേ ഉള്ളൂ ഡിഫറൻസ്. ഇതൊക്കെ നമ്മൾ അവിടെ പറഞ്ഞതല്ലേ. The registrar may, on receipt of such resolution, appoint a returning officer as and many assistant returning officers. രജിസ്ട്രാർ ഇങ്ങനെയുള്ള റെസൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു റിട്ടേണിംഗ് ഓഫീസറിനെ അപ്പോയിന്റ് ചെയ്യും. അതേപോലെ തന്നെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസേഴ്സിനെ കൂടെ ആവശ്യമെങ്കിൽ നമ്മൾ അപ്പോയിന്റ് ചെയ്യും. Returning officer shall take necessary step for the conduct of the election and the state cooperative union shall render all necessary help to the returning officer for the constitution of the new managing committee. പുതിയ മാനേജിംഗ് കമ്മിറ്റിക്ക് വേണ്ടുന്ന എല്ലാ ഹെൽപ്പും റിട്ടേണിംഗ് ഓഫീസേഴ്സ് പ്രൊവൈഡ് ചെയ്യും. അതേപോലെ തന്നെ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യേണ്ടിയിട്ടുള്ള എല്ലാ സ്റ്റെപ്സും ഈ ഒരു റിട്ടേണിംഗ് ഓഫീസർ കണ്ടക്ട് ചെയ്യും. The Secretary of SCU shall prepare a list of voters in respect of each category of members as it stood on the date 30 days prior to the date fixed for the election and supply the same to the returning officer. 30 ദിവസത്തിനുള്ളിലായിട്ട് സെക്രട്ടറി ഒരു വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണം. അതേപോലെ തന്നെ ആ ഒരു ലിസ്റ്റ് റിട്ടേണിംഗ് ഓഫീസർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടാവണം അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവണം. The returning officer shall publish the copies of the list on the notice board at the head office of the Circle State Cooperative Union not less than 20 days prior to the date fixed for the election, inviting objections within 3 days of publication. Returning officer ഈ ഒരു കോപ്പീസ് നോട്ടീസ് ബോർഡിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ ഓഫീസിൻ്റെ നോട്ടീസ് ബോർഡിൽ പബ്ലിഷ് ചെയ്യും. നോട്ട് ലെസ് ദാൻ 20 days prior. ഈ 20 ഡേയ്സിനുള്ളിലാണ് ഇത് നമ്മൾ നോട്ടീസ് ബോർഡിൽ പബ്ലിഷ് ചെയ്യുന്നത്. ഇത് പബ്ലിഷ് ചെയ്തതിന് ശേഷം 3 ദിവസം വരെ നമുക്ക് ഒബ്ജെക്ഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരവസരം കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. The returning officer shall hold the election after giving 10 days notice to the voters. റിട്ടേണിംഗ് ഓഫീസർ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്
10 days നോട്ടീസ് പ്രൊവൈഡ് ചെയ്തിട്ടാണ്. പിന്നെ വരുന്നത് റൂൾ 152 ആണ്. നോമിനേഷൻ ഓഫ് കാൻഡിഡേറ്റ്സിൻ്റെ നോമിനേഷനെ കുറിച്ചിട്ടാണ് 152-ൽ പറയുന്നത്. നോമിനേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഫോം നമ്പർ 14B-യിലാണ്. Every nomination paper shall be presented in person to the returning officer by the candidate himself or by his proposer or seconder before the date and hour specified in the notice. എല്ലാ നോമിനേഷൻ പേപ്പേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻ പേഴ്സൺ ആയിട്ടാണ്. റിട്ടേണിംഗ് ഓഫീസർക്കാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഡയറക്റ്റ്ലി കാൻഡിഡേറ്റ് അല്ല എങ്കിൽ പ്രൊപ്പോസർക്കോ അല്ലെങ്കിൽ ആളുടെ സെക്കൻഡർക്കോ ഇത് പ്രൊവൈഡ് ചെയ്യാം. The returning officer shall enter on the nomination paper its serial number and certify the date and hour at which the nomination paper is received by him and also immediately acknowledge the receipt of nomination paper. നോമിനേഷൻ പേപ്പർ കിട്ടിയതിന് ശേഷം സീരിയൽ നമ്പർ പ്രൊവൈഡ് ചെയ്യണം. അതേപോലെ തന്നെ ഡേറ്റ് സർട്ടിഫൈ ചെയ്തിട്ടുണ്ടാവണം. അതേപോലെ ടൈമും സർട്ടിഫൈ ചെയ്തിട്ടുണ്ടാവണം. അതേപോലെ തന്നെ ഇതിനുള്ളൊരു അക്നോളജ്മെൻറ്റ് റെസിപ്റ്റ്, നോമിനേഷൻ പേപ്പർ റിസീവ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്നോളജ്മെൻറ്റ് റെസിപ്റ്റ് കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവണം. On the day following the date fixed for the receipt of nomination paper, the returning officer shall take up scrutiny of nomination papers. നോമിനേഷൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഓരോ നോമിനേഷൻ പേപ്പേഴ്സിൻ്റെയും സ്ക്രൂട്ടിനീസ് കണ്ടക്ട് ചെയ്യും. നമ്മൾ സാധാരണ ഇലക്ഷൻസ് ഉണ്ടല്ലോ, അതേപോലെ തന്നെയാണ് വരുന്നത്. സ്ക്രൂട്ടിനി പിന്നീട് കണ്ടക്ട് ചെയ്യും. ദ കാൻഡിഡേറ്റ് ആൻഡ് ഹിസ് പ്രൊപ്പോസർ ആൻഡ് സെക്കൻഡർ മേ ബി അലൗഡ് ടു ബി പ്രസൻറ്റ് അറ്റ് ദ ടൈം ഓഫ് സ്ക്രൂട്ടിനി. സ്ക്രൂട്ടിനിയുടെ ടൈമിൽ പ്രൊപ്പോസർക്കും അതുപോലെ തന്നെ സെക്കൻഡർക്കും അതേപോലെ തന്നെ കാൻഡിഡേറ്റിനും അവിടെ പ്രസൻറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു റൈറ്റ് ഉണ്ട്. The returning officer shall examine the nomination papers and shall decide all objections and reject any nomination for valid reasons or accept the same. എന്തെങ്കിലും റീസൺസ് ഉണ്ടെങ്കിൽ അതൊക്കെ റിജക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് ആ ഒരു നോമിനേഷൻ പേപ്പേഴ്സൊക്കെ ആക്സെപ്റ്റ് ചെയ്യും. പിന്നെ വരുന്നത് റൂൾ 155 ആണ്, കൗണ്ടിങ് ഓഫ് വോട്ട്സ്. The counting of votes shall commence after the polling is complete. Polling complete ആയതിനു ശേഷമാണ് കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. Vote shall be counted by or under the supervision of returning officer. റിട്ടേണിംഗ് ഓഫീസറുടെ സൂപ്പർവിഷനിലോ അല്ലെങ്കിൽ റിട്ടേണിംഗ് ഓഫീസർ തന്നെയോ ആണ് വോട്ട്സ് കൗണ്ട് ചെയ്യുന്നത്. Each candidate and his authorized agent shall have a right to be present at the time of counting. കൗണ്ടിങ് ചെയ്യുന്ന സമയത്ത് എല്ലാ കാൻഡിഡേറ്റ്സിനും അതേപോലെ തന്നെ ഓതറൈസ്ഡ് ഏജൻസിനും പ്രസന്റ് ആവാൻ വേണ്ടിയിട്ടുള്ള റൈറ്റ് ഉണ്ട്. In case of equal division of votes, the result shall be decided by lots to be drawn by returning officer. ലോട്ട് ഇട്ടിട്ടാണ് ഈക്വൽ വോട്ട്സ് വരുന്ന കേസിൽ ആരെയാണ് സെലക്ട് ചെയ്തത് എന്നുള്ളത് ഫിക്സ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് റൂൾ 156 ആണ്, റിജക്ഷൻ ഓഫ് ബാലറ്റ് പേപ്പർ. ഇതൊക്കെ നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ളതല്ല, സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ കേസിൽ സെയിം തന്നെയാണ് വരുന്നത്. ഇഫ് ഇറ്റ് വിയേഴ്സ് എനി മാർക്ക് ബൈ വിച്ച് ദ മെമ്പർ ഹു വോട്ടഡ് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ്. ആരാണോ വോട്ട് ചെയ്തത് ആളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ അത് ക്യാൻസൽ ചെയ്യും, ആ ഒരു ബാലറ്റ് പേപ്പർ റിജക്റ്റ് ചെയ്യും. If it does not bear the seal of the union and the signature of the returning officer. റിട്ടേണിംഗ് ഓഫീസറിൻ്റെ സിഗ്നേച്ചറും അതേപോലെ തന്നെ യൂണിയൻ്റെ സീലും ഇല്ല എങ്കിൽ ആ ഒരു ബാലറ്റ് പേപ്പർ കൂടെ റിജക്റ്റ് ചെയ്യും. If the mark indicating the vote thereon is placed in such a manner as to make it doubtful to which candidate the vote has been cast. രണ്ട് ആളുടെ പേരിൻ്റെ നടുവിൽ കൊണ്ടുപോയിട്ട് മാർക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആർക്കാണ് വോട്ട് ചെയ്തത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റാത്ത വിധത്തിലാണ് വോട്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ ഒരു ബാലറ്റ് പേപ്പറും റിജക്റ്റ് ചെയ്യും. ഇഫ് ദ വോട്ടർ ഹാസ് വോട്ടഡ് ഫോർ മോർ കാൻഡിഡേറ്റ്സ്, ഡിക്ലെയർ ചെയ്തിട്ടുള്ള നമ്പേഴ്സിനെക്കാളും ആൾക്കാർക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ആ ഒരു ബാലറ്റ് പേപ്പറും റിമൂവ് ചെയ്യും അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യും. ദ അതോറിറ്റി കോമ്പറ്റന്റ് ടു റിജക്ട് എ ബാലറ്റ് പേപ്പർ ഷാൽ ബി ദ റിട്ടേണിംഗ് ഓഫീസർ. റിട്ടേണിംഗ് ഓഫീസറാണ് ബാലറ്റ് പേപ്പർ റിജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതോറിറ്റി എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് 157 ആണ്, announcement of results. The number of votes secured by each candidate and the results of the election shall be announced by the returning officer as soon as counting is over and also report to the
സെക്രട്ടറി ഓഫ് ദി യൂണിയൻ ഓൺ ദ സെയിം ഡേ. സെക്രട്ടറിക്ക് എത്രയാണ് കൗണ്ട്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ തന്നെ അറിയിച്ചിട്ടുണ്ടാവണം. ഓരോ കാൻഡിഡേറ്റ്സും സെക്യൂർ ചെയ്ത മാർക്സ് എത്രയാണ് എന്നുള്ള ഡീറ്റെയിൽസും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവണം. റിട്ടേണിംഗ് ഓഫീസറാണ് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത്. The election record shall be sent to him in a separate sealed cover. ഇലക്ഷൻ റെക്കോർഡ്സ് സെൻഡ് ചെയ്യുന്നത് സെപ്പറേറ്റ് ആയിട്ട് സീൽ ചെയ്തിട്ട് കവറിലാണ് ഈ റെക്കോർഡ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ദ കാൻഡിഡേറ്റ്സ് ഓർ ദ ഓതറൈസ്ഡ് ഏജൻറ്റ്സ് മേ അഫിക്സ് സീൽ ഓൺ ദ കവർ ഇഫ് സോ ഡിസൈഡ്. കാൻഡിഡേറ്റ്സിനോ അല്ലെങ്കിൽ ഓതറൈസ്ഡ് ഏജൻസിനോ നിങ്ങൾക്ക് കൂടെ സീൽ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള തോന്നുവാണെങ്കിൽ അല്ലെങ്കിൽ അവർ പറയുവാണെങ്കിൽ അതിനുള്ള അവസരം കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. The Secretary of the Union shall take custody of the above said sealed cover and preserve them for 3 months. നമ്മൾ CCയുടെ കേസിൽ പറഞ്ഞ പോലെ തന്നെയാണ് 3 മാസം ആ ഒരു റെക്കോർഡ്സ് സെക്രട്ടറി കസ്റ്റഡിയിൽ വെക്കും. അതേപോലെ തന്നെ 3 മാസം പ്രിസർവ് ചെയ്ത് വെക്കുകയും ചെയ്യും. They shall be destroyed after the said period of 3 months. ഡിസ്പ്യൂട്ട്സ് ഒന്നും വന്നില്ല എങ്കിൽ 3 മാസത്തിനുള്ളിൽ ഈ റെക്കോർഡ്സ് ഒക്കെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. പിന്നെ എന്തെങ്കിലും റിലേറ്റ് ചെയ്തിട്ട് ഈ ഒരു ഇലക്ഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഇലക്ഷൻ കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റിൽ നടത്താൻ വേണ്ടി പറ്റില്ല എന്നോ അങ്ങനെ എന്തെങ്കിലും തോന്നുവാണെങ്കിൽ ഇത് പോസ്റ്റ്പോൺ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടും പറ്റും. എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നോ അങ്ങനെ എന്തെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യുവാണെങ്കിൽ ഇലക്ഷൻ പോസ്റ്റ്പോൺ ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. പിന്നെ വരുന്നത് റൂൾ 158 ആണ്. ഡിസ്ക്വാളിഫിക്കേഷൻ ഫോർ മെമ്പർഷിപ്പ് ഇൻ ദ മാനേജിംഗ് കമ്മിറ്റി. മാനേജിംഗ് കമ്മിറ്റിയിലെ ഡിസ്ക്വാളിഫിക്കേഷൻ ആണ് വരുന്നത്. നോ പേഴ്സൺ ഷാൽ ബി എലിജിബിൾ ഫോർ അപ്പോയിൻമെന്റ് ആസ് എ മെമ്പർ ഇസ് എ നിയർ റിലേറ്റീവ് ഓഫ് എ പെയ്ഡ് എംപ്ലോയി. ഒരു പെയ്ഡ് എംപ്ലോയിയുടെ ആ ഒരു യൂണിയൻ്റെ ഒരു പെയ്ഡ് എംപ്ലോയിയുടെ നിയർ റിലേറ്റീവ് ആണെങ്കിൽ മെമ്പർഷിപ്പ് കൊടുക്കില്ല, ഒഴിവാക്കും. അല്ലെങ്കിൽ അവർ ഡിസ്ക്വാളിഫൈഡ് ആണ്. is disqualified to be a member of the Circle Cooperative Union or a committee member or has ceased to be an employee of a society he represented. ഏതെങ്കിലും രീതിയിലുള്ള ഡിസ്ക്വാളിഫിക്കേഷൻസ് ഓൾറെഡി വന്നിട്ടുണ്ടെങ്കിൽ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനിൽ ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്മിറ്റി മെമ്പറായിട്ടുള്ള ഡിസ്ക്വാളിഫിക്കേഷൻ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മെമ്പറായിട്ടുള്ളതിൽ നിന്ന് ആളുടെ മെമ്പർഷിപ്പിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്, ഇങ്ങനെ എന്തെങ്കിലും ഡിസ്ക്വാളിഫിക്കേഷൻസ് വരുവാണെങ്കിലും മെമ്പറായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റില്ല. പിന്നെ വരുന്നത് 159 ആണ്. ടെർമിനേഷൻ ഓഫ് മെമ്പർഷിപ്പ് ഇൻ ദ മാനേജിംഗ് കമ്മിറ്റി. മാനേജിംഗ് കമ്മിറ്റിയിലെ മെമ്പർഷിപ്പിലെ ടെർമിനേഷൻ ആണ്. ഇഫ് ഹി സീസസ് ടു ബി എ മെമ്പർ ഓഫ് ദി കമ്മിറ്റി ഓഫ് സൊസൈറ്റി ഓർ മെമ്പർ ഓഫ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻസിലെ മെമ്പറോ അല്ലെങ്കിൽ കമ്മിറ്റി മെമ്പറോ ആണെങ്കിൽ ഇവിടെ ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ടെർമിനേഷൻ ഉണ്ടാവും, മാനേജിംഗ് കമ്മിറ്റി ടെർമിനേഷൻ ഉണ്ടാവും. ഇഫ് ദ സൊസൈറ്റി ഓർ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ വിത്ത് ഇലക്റ്റഡ് him as a delegate withdraws him or appoints another delegate in his stead. ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ അല്ലെങ്കിൽ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെയോ അല്ലെങ്കിൽ ഡെലിഗേറ്റ് ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ അത് വിഡ്രോ ചെയ്ത് ഒഴിവാക്കി. അതേപോലെ ആ ഒരു ഡെലിഗേറ്റ് ആയിട്ട് വേറൊരാളെ അപ്പോയിൻറ്റ് ചെയ്തു. ആ ഒരു സമയത്തും ഇവിടെ ടെർമിനേഷൻ നടക്കും. ഇഫ് ഹി ബിക്കംസ് സബ്ജക്റ്റ് ടു എനി അതർ ഡിസ്ക്വാളിഫിക്കേഷൻസ് മെൻഷൻഡ് ഇൻ റൂൾ 158. റൂൾ 158 പറയുന്ന ഏതെങ്കിലും രീതിയിലുള്ള ഡിസ്ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതും ഇവിടെ ടെർമിനേഷനിൽ എഫക്റ്റ് ചെയ്യും. പിന്നെ വരുന്നത് 160 ആണ്. ഇലക്ഷൻ ഓഫ് ചെയർമാൻ. ചെയർമാൻ്റെ ഇലക്ഷൻ ആണ്. ദ മെമ്പേഴ്സ് ഓഫ് ദ മാനേജിംഗ് കമ്മിറ്റി ഷാൽ ഇലക്ട് വൺ ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് അതർ ദാൻ എക്സ് ഒഫീഷ്യോ മെമ്പർ ടു ബി ദ ചെയർമാൻ. ചെയർമാനായിട്ട് എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്ത ഒരാളെ ഇലക്ട് ചെയ്യും. റൂൾ 161 ആണ്. റിമൂവൽ ഓഫ് ചെയർമാൻ ബൈ നോ കോൺഫിഡൻസ് മോഷൻ.
നമ്മൾ മുകളിൽ പറഞ്ഞ സെയിം കാര്യങ്ങളാണ്, ഒന്നും ചേഞ്ച് വരുന്നില്ല ഇവിടെ. ടോട്ടൽ സ്ട്രെങ്ത് 1/2 ഓഫ് ദ ടോട്ടൽ സ്ട്രെങ്ത് മാനേജിംഗ് കമ്മിറ്റിയുടെ 1/2 ആ മെമ്പേഴ്സ് റിമൂവ് ചെയ്തു അല്ലെങ്കിൽ സൈൻ ചെയ്യും, ആ ഒരു നോട്ടീസിൽ സൈൻ ചെയ്യുവാണെങ്കിൽ ചെയർമാനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ഇൻ പേഴ്സൺ ആയിട്ടാണ് അത് പ്രൊവൈഡ് ചെയ്യേണ്ടത്, 2 പേര് സൈൻ ചെയ്തിട്ടുണ്ടാവണം. ഇനി ഓഫീസർ ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഓഫീസറിനെ ഇവിടെ അപ്പോയിന്റ് ചെയ്യും, റിമൂവലിന് വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. A meeting convened for the purpose of considering motion under the rule shall not for any reason adjourn. അഡ്ജേൺ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഈ ഒരു ചെയർമാനെ റിമൂവ് ചെയ്യേണ്ട മീറ്റിംഗ്സ് അഡ്ജേൺ ചെയ്ത് ചേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ വേറൊരു ദിവസത്തേക്ക് മാറ്റി വെക്കാൻ വേണ്ടി പറ്റില്ല. മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു നോ കോൺഫിഡൻസ് മോഷനിലെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ആ ഓഫീസർ വായിച്ചിട്ടുണ്ടാവണം. അതേപോലെ തന്നെ ഡിബേറ്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യണം. ഈ ഡിബേറ്റും അഡ്ജേൺ ചെയ്യാൻ വേണ്ടി പറ്റില്ല, ആ ഒരു സമയത്ത് തന്നെ കണ്ടക്ട് ചെയ്യണം. ദ ഓഫീസർ പ്രിസൈഡിങ് ഓവർ ദ മീറ്റിംഗ് ഷാൽ നോട്ട് സ്പീക്ക്. ആ ഒരു സമയത്ത് സ്പീക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അതിനെക്കുറിച്ചിട്ടുള്ള മെറിറ്റ്സോ ഡിമെറിറ്റ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷെ ആളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടുള്ള റെഗുലേഷൻ മാത്രമാണ്. A copy of the minutes of the meeting showing the result of the voting together with a copy of motion shall be forwarded to registrar. രജിസ്ട്രാർക്ക് മിനിറ്റ്സിൻ്റെ കോപ്പിയും അതേപോലെ തന്നെ റിസൾട്ട്സ് എന്താണെന്നുള്ളതും അതേപോലെ തന്നെ നോ കോൺഫിഡൻസ് മോഷൻ്റെ ഒരു കോപ്പിയും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവണം. ആ ഒരു മീറ്റിങ്ങിൽ കണ്ടക്ട് ചെയ്തതിൽ കോറം കംപ്ലീറ്റ് ആവും. അതേപോലെ തന്നെ more than 1/2 of the total members ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ചെയർമാനെ റിമൂവ് ചെയ്തു എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് ചെയർമാനെ ഡയറക്റ്റ് ആയിട്ട് റിമൂവ് ചെയ്യാം. രജിസ്ട്രാറിനാണ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൈറ്റ് ഉള്ളത്. ഓഫീസിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും 2 ദിവസത്തിനുള്ളിൽ ചെയർമാൻ റിസൈൻ ചെയ്ത് പോയില്ല എങ്കിൽ. ദിനേശ്, എന്താണ് ഇഷ്യൂ? പിന്നെ നമുക്ക് പറയാനുള്ളത് 162 ആണ്, റെസിഗ്നേഷൻ ഓഫ് മെമ്പേഴ്സ് ആണ്. മെമ്പേഴ്സിൻ്റെ റെസിഗ്നേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദ റെസിഗ്നേഷൻ ലെറ്റർ ഷാൽ ബി സെൻഡ് ടു ദ സെക്രട്ടറി. സെക്രട്ടറിക്കാണ് റെസിഗ്നേഷൻ ലെറ്റർ പ്രൊവൈഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് മീറ്റിങ്ങിൽ, തൊട്ടടുത്ത് വരുന്ന മീറ്റിങ്ങിൽ തന്നെ ഈ ഒരു റെസിഗ്നേഷൻ ലെറ്റർ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവണം. 15 days ആണ് അതിൻ്റെ ടൈം ലിമിറ്റ്. ഈ ഒരു ലെറ്റർ ആക്സെപ്റ്റ് ചെയ്യേണ്ടതിൻ്റെ ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് 15 days ആണ്. അതേപോലെ തന്നെ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൈറ്റ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. The resignation shall take effect on its acceptance or expiry of 45 days. 45 days എന്നുള്ള എക്സ്പയറിക്ക് ശേഷമോ അല്ലെങ്കിലും ആ ഒരു റെസിഗ്നേഷൻ ആക്സെപ്റ്റ് ചെയ്യുന്ന സമയത്തോ ഇത് ടേക്ക് ഇൻ ടു എഫക്റ്റിൽ വരും. ആള് റിസൈൻ ചെയ്ത് പോയതായിട്ട് കരുതും. പിന്നെ വരുന്നത് 163 ആണ്, ഫില്ലിംഗ് ഓഫ് ഇന്ററിംഗ് വേക്കൻസീസ് ഇൻ ദ മാനേജിംഗ് കമ്മിറ്റി. ഇന്ററിംഗ് വേക്കൻസീസ് വരുവാണെങ്കിൽ ഒരു ഇലക്ട് ചെയ്യും ആൾക്കാരെ. വേക്കൻസി എത്രയുണ്ട് നോക്കിയിട്ട് അതിനനുസരിച്ച് ഒരാളെ ഇലക്ട് ചെയ്യും. അതേപോലെ തന്നെ ആ ഇലക്ട് ചെയ്യുന്ന ആളുടെ ടേം എന്ന് പറയുന്നത് ഓൾറെഡി ആരാണോ റിസൈൻ ചെയ്തിട്ടുള്ളത് ആളുടെ ടേം എത്രയായിരുന്നു അതുവരെ ആയിരിക്കും. പിന്നെ വരുന്നത് 164 ആണ്, മീറ്റിംഗ് ഓഫ് ദി ജനറൽ ബോഡി ആൻഡ് പവേഴ്സ് ആണ്. സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത് ജനറൽ ബോഡിയാണ്. ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് യൂണിയൻ ഷാൽ ഹെൽഡ് എവറി ഇയർ വിത്തിൻ 3 months. കോപ്പറേറ്റീവ് ഇയർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം 3 മാസത്തിനുള്ളിലാണ് മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യേണ്ടത്, ജനറൽ ബോഡി മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യേണ്ടത്. The managing committee also at the time called general body of the state cooperative union for the conduct of its business and shall call such a meeting within 1 month after receipt of the requisition from 1/5 of the numbers of the members of the union or from registrar of cooperative societies. 1/5 മെമ്പേഴ്സിൻ്റെ റിക്വസിഷൻ കിട്ടുവാണെങ്കിലോ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ കിട്ടുവാണെങ്കിലോ അല്ലെങ്കിൽ വിത്തിൻ 1 month ആയിട്ടും പ്രൊവൈഡ് മീറ്റിംഗ്സ് 1 month ഒരു 1/5 ആൾക്കാരുടെ കയ്യിൽ നിന്ന്
1 മന്തിനുള്ളിലായിട്ട് ഒരു റിസിപ്റ്റ് കിട്ടി, റിക്വസിഷൻ കിട്ടി, ഇങ്ങനൊരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ആ ഒരു സമയത്തും മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ല 1/5 മെമ്പേഴ്സ് അല്ല പറയുന്നതെങ്കിൽ, രജിസ്ട്രാർ ആണ് പറയുന്നതെങ്കിലും ഇങ്ങനൊരു മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. മാനേജിംഗ് കമ്മിറ്റി മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. മാനേജിംഗ് കമ്മിറ്റി ജനറൽ ബോഡി മീറ്റിംഗ്സ് ജനറൽ മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യും. The quorum for general body meeting shall be 20 or 1/5 of the number of members of the cooperative union, whichever is lesser. Quorum എന്ന് പറയുന്നത് ജനറൽ ബോഡി മീറ്റിംഗിന്റെ quorum എന്ന് പറയുന്നത് 20 അല്ലെങ്കിൽ 1/4 ആയിരിക്കും. അതിലേതാണോ കുറവ് അതായിരിക്കും quorum എന്ന് പറയുന്നത്. ജനറൽ ബോഡി മീറ്റിംഗിന്റെ quorum എന്ന് പറയുന്നത് 20 or 1/4. The chairman shall preside over the meeting of the general body. Chairman ആണ് പ്രിസൈഡ് ചെയ്യുന്നത്, ജനറൽ ബോഡി മീറ്റിംഗ് പ്രിസൈഡ് ചെയ്യുന്നത് ചെയർമാൻ ആണ്. ഇൻ ഹിസ് ആബ്സെൻസ് മെമ്പർ ചൂസൺ ബൈ ദ മെമ്പേഴ്സ് പ്രസന്റ് ഫ്രം എമംഗ് ദംസെൽവ്സ് ഷാൽ പ്രിസൈഡ് ഓവർ. ചെയർമാൻ വന്നില്ല എങ്കിൽ, ചെയർമാൻ ആബ്സെന്റ് ആണെങ്കിൽ മെമ്പേഴ്സ് തീരുമാനിക്കുന്ന ഒരാളെയാണ് പ്രിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുന്നത്. അറ്റ്ലീസ്റ്റ് 15 days നോട്ടീസ് ഷാൽ ബി ഗിവൺ ടു ദ മെമ്പേഴ്സ് ഫോർ കൺവീനിങ് ദ GB മീറ്റിംഗ്സ്. 15 days നോട്ടീസ് ആണ് ജനറൽ ബോഡി മീറ്റിംഗ്സ് കൺവീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോട്ടീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് 165 ആണ്, മീറ്റിംഗ് ഓഫ് ദ മാനേജിംഗ് കമ്മിറ്റി. The chairman shall preside over the meeting of the managing committee. In his absence, a member chosen by the members present from among themselves shall preside over the meeting. മാനേജിംഗ് കമ്മിറ്റി മീറ്റിംഗ്സ് ആണെങ്കിൽ ചെയർമാൻ ആണ് പ്രിസൈഡ് ചെയ്യുന്നത്. ചെയർമാൻ ഇല്ല എങ്കിൽ വേറെ ആളെയാണ് ഫിക്സ് ചെയ്യുന്നത്, അവരാണ് പ്രിസൈഡ് ചെയ്യുന്നത്. ക്വാറം എന്ന് പറയുന്നത് quorum of the meeting shall be 12 and 7 days clear notice. 12 members ആണ് quorum എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 7 days നോട്ടീസ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. മാനേജിംഗ് കമ്മിറ്റി മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള quorum എന്ന് പറയുന്നത് 12 members ആണ്. അതേപോലെ തന്നെ 7 days ക്ലിയർ നോട്ടീസ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. If a member absent himself from 3 consecutive meetings, 3 തുടർച്ചയായിട്ടുള്ള മീറ്റിംഗ്സിൽ മെമ്പർ ആബ്സെൻ്റ് ആകുകയാണെങ്കിൽ ആ ഒരു മെമ്പർഷിപ്പിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഒഴിവാക്കി കഴിഞ്ഞാലും എന്തെങ്കിലും കാര്യമായിട്ടുള്ള എന്തെങ്കിലും റീസൺ പ്രകാരമാണ് ആൾ ആബ്സെൻ്റ് ആയതെങ്കിൽ, അല്ലെങ്കിൽ ആളുടെ എക്സ്പ്ലനേഷൻ സാറ്റിസ്ഫാക്ടറി ആണെങ്കിൽ ഒഴിവാക്കില്ല, മെമ്പർഷിപ്പിൽ നിന്ന് ക്യാൻസൽ ചെയ്യില്ല. പിന്നെ 166 പവേഴ്സ് ഡ്യൂട്ടീസ് ഓഫ് മാനേജിംഗ് കമ്മിറ്റിയുടെ പവേഴ്സും ഡ്യൂട്ടീസും ആണ് വരുന്നത്. ടു അഫിലിയേറ്റ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് കളക്ട് അഫിലിയേഷൻ ആൻഡ് ആനുവൽ റിന്യൂവൽ ഫീസ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയായിട്ട് അഫിലിയേഷൻ പ്രൊവൈഡ് ചെയ്യുക, അതേപോലെ തന്നെ അഫിലിയേഷൻ റിന്യൂവൽ ഫീസൊക്കെ വാങ്ങിക്കുക എന്നുള്ളത് ഒരു ഡ്യൂട്ടിയാണ് അല്ലെങ്കിൽ ഒരു പവറാണ്. ടു അറൈസ് ആൻഡ് ഇൻവെസ്റ്റ് ഫണ്ട്സ് അറൈസ് ചെയ്യുക, അതേപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് വേറൊരു ഡ്യൂട്ടിയാണ്. ടു പ്രിപ്പയർ ആൻഡ് സബ്മിറ്റ് ബഡ്ജറ്റ് ആൻഡ് പ്രോഗ്രാം ഓഫ് ആക്ടിവിറ്റീസ് ഫോർ ദ എൻഷുറിംഗ് നെക്സ്റ്റ് ഇയറിലേക്കുള്ള അല്ലെങ്കിൽ കമ്മിങ് ഇയറിലേക്കുള്ള ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക, അതേപോലെ തന്നെ പ്രോഗ്രാം ഓഫ് ആക്ടിവിറ്റീസ് എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് കണ്ടക്ട് ചെയ്യുന്നതെന്നുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതും ഒരു ഡ്യൂട്ടിയാണ്. ടു അറേഞ്ച് ഫോർ ദ കൺവീനിങ് ഓഫ് ദി ജനറൽ ബോഡി മീറ്റിംഗ് ആൻഡ് ഫോർ ദ ടൈംലി ഇലക്ഷൻ ഓഫ് മെമ്പേഴ്സ്. മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സിൻ്റെ ടൈംലി ആയിട്ടുള്ള ഇലക്ഷന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുക, അതേപോലെ തന്നെ ജനറൽ ബോഡി മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ അറേഞ്ച്മെൻറ്റ്സും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഒരു ഡ്യൂട്ടിയാണ്. ടു ആക്സെപ്റ്റ് ദ റെസിഗ്നേഷൻ ഓഫ് ദി ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ദി മാനേജിംഗ് കമ്മിറ്റി ആൻഡ് ടു അറേഞ്ച് ഫോർ ഇലക്ഷൻ ഓഫ് മെമ്പേഴ്സ്. റെസിഗ്നേഷൻ ലെറ്റേഴ്സ് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതും, അതേപോലെ തന്നെ ആ ഒരു റെസിഗ്നേഷൻ വഴി ഉണ്ടായിരുന്ന ആ ഒരു വേക്കൻസിയിലേക്ക് വേറെ ആളെ ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇലക്ഷൻ അറേഞ്ച് ചെയ്യുക എന്നുള്ളതും വേറൊരു ഫംഗ്ഷനാണ്, അല്ലെങ്കിൽ ഒരു ഡ്യൂട്ടിയാണ്, അല്ലെങ്കിൽ ഒരു പവറാണ്. To incur expenditure out of the funds of the union towards the utilization of funds and to maintain proper accounts മെയിൻറ്റെയിൻ ചെയ്യുക, അതേപോലെ തന്നെ ഫണ്ട്സ് എങ്ങനെയാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതും കൂടി ഡ്യൂട്ടിയാണ്. ടു ഫ്രെയിം റെഗുലേഷൻസ് ഫോർ ഡേ ടു ഡേ കണ്ടക്ട് ഓഫ് ബിസിനസ് കറക്റ്റായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്യാം.
to arrange for carrying out such programs relating to cooperative education and cooperative training. Cooperative education, അതേപോലെ തന്നെ cooperative training റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന അറേഞ്ച്മെന്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. To appoint committees or subcommittees from among themselves to facilitate the working of the union and to delegate powers to such committees or subcommittees. കമ്മിറ്റീസിനെ അപ്പോയിന്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ് കമ്മിറ്റീസിനെ അപ്പോയിന്റ് ചെയ്യുക, അതേപോലെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള വർക്കിംഗ് കണ്ടക്ട് ചെയ്യുക, പവേഴ്സ് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഡ്യൂട്ടി ആയിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ പവർ ആയിട്ട് വരുന്നുണ്ട്. To submit annual reports and statements of accounts of the general body meeting and to the government. ആനുവൽ റിപ്പോർട്ട്സ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതും ഒരു ഡ്യൂട്ടി ആയിട്ട് വരുന്നുണ്ട്. To offer views on matters relating to amendments of bylaws of societies, suppression, supersession of committee. അമെൻമെൻറ്റ്സ്, ബൈലോ അമെൻമെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വ്യൂ ചെയ്യുക, അതേപോലെ തന്നെ സൂപ്പർസെഷൻ ഉണ്ടെങ്കിൽ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുക എന്നുള്ളതും കൂടെ ഒരു ഡ്യൂട്ടിയാണ്, അല്ലെങ്കിൽ ഒരു പവറാണ്. പിന്നെ വരുന്നത് 167 ആണ്, റെമ്യൂണറേഷൻ പേയബിൾ ടു മെമ്പേഴ്സ്. മെമ്പേഴ്സിൻ്റെ റെമ്യൂണറേഷനെ കുറിച്ചിട്ടാണ് 167 പറയുന്നത്. The service of the members of the managing committee shall be gratuitous, however they may be paid traveling allowance. മെമ്പേഴ്സിൻ്റെ എന്താണ് ഒരു മീറ്റിങ്ങിലുള്ള സർവീസ് എന്ന് പറയുന്നത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുന്നതാണ്, അല്ലാതെ അതിന് പ്രത്യേകിച്ച് സാലറിയോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ട്രാവലിംഗ് അലവൻസും അതേപോലെ തന്നെ സിറ്റിംഗ് ഫീസും, മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രാവലിംഗ് അലവൻസും അതേപോലെ തന്നെ സിറ്റിംഗ് ഫീസും കമ്മിറ്റി പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അത് പ്രൊവൈഡ് ചെയ്യുന്നത് രജിസ്ട്രാർ ഫിക്സ് ചെയ്യുന്ന റേറ്റ്സിനാണ്. The state cooperative union may be pay honorarium to the chairman. ചെയർമാൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഹോണറേറിയം ആണ്. For the gratuitous service rendered by him at the rate fixed by government. ഗവൺമെൻറ് ഫിക്സ് ചെയ്യുന്ന റേറ്റിലാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന് ചെയർമാന് ഹോണറേറിയം പ്രൊവൈഡ് ചെയ്യുന്നത്. No dearness allowance shall be paid for any day for which sitting fees is paid. ഡിയർനെസ് അലവൻസ് ഒന്നും പ്രൊവൈഡ് ചെയ്യാറില്ല, അതേ കേസിൽ സിറ്റിംഗ് ഫീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Only one sitting fee shall be paid to a member even he attends more than one committee meeting on the same day. ഒരു ദിവസം തന്നെ 2 കമ്മിറ്റി മീറ്റിംഗ്സ് ഉണ്ടെങ്കിൽ, മാനേജിംഗ് കമ്മിറ്റി മീറ്റിംഗ്സ് ഉണ്ടെങ്കിൽ അതിൽ ഒരു സിറ്റിംഗ് ഫീസ് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 2നും കൂടിയുള്ള സിറ്റിംഗ് ഫീസ് 2 തവണയായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന. പിന്നെ വരുന്നത് റൂൾ 168 ആണ്, പവേഴ്സ് ഓഫ് ചെയർമാൻ ആൻഡ് സെക്രട്ടറി. ചെയർമാൻ്റെയും സെക്രട്ടറിയുടെയും പവേഴ്സിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ദ ചെയർമാൻ ഷാൽ ഹാവ് എ ജനറൽ കൺട്രോൾ ഓവർ ദ അഫയേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻസിൻ്റെ ചെയർമാന് ഒരു ജനറൽ കൺട്രോളുള്ള പവർ ഉണ്ട്. ദ സെക്രട്ടറി ഷാൽ ബി റെസ്പോൺസിബിൾ ഫോർ ദ ഡേ ടു ഡേ വർക്കിംഗ്. ഡേ ടു ഡേ വർക്കിങ്ങിനുള്ള പവർ ഉള്ളത് സെക്രട്ടറിക്കാണ്. ഡേ ടു ഡേ വർക്കിംഗ്. He shall take actions to carry out the decisions of the managing committee. മാനേജിംഗ് കമ്മിറ്റിയുടെ ആക്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യുന്നത് സെക്രട്ടറി ആണ്. He shall manage the funds of the union and cause proper accounts to be maintained and audited. കറക്റ്റ് ആയിട്ടുള്ള ഫണ്ട്സിൻ്റെ മാനേജ്മെൻറ്റ് വേണ്ടതും, അതേപോലെ തന്നെ പ്രോപ്പർ അക്കൗണ്ട്സ് കീപ്പ് ചെയ്യേണ്ടതും, അതേപോലെ തന്നെ ഓഡിറ്റ് ചെയ്യേണ്ടതും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുള്ളൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സെക്രട്ടറിയുടെ ഒരു പവറാണ്. He shall issue notice convening the meetings. മീറ്റിംഗ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള നോട്ടീസ് പ്രൊവൈഡ് ചെയ്യേണ്ടതും ഒരു ഡ്യൂട്ടിയാണ്, അല്ലെങ്കിൽ ഒരു പവറാണ്. He shall prepare the annual reports and statements of the accounts and submit the same to the managing committee and to other authorities. ആനുവൽ റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതും സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ഒരു ഡ്യൂട്ടിയാണ്. അതേപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ബാക്കിയുള്ള മാനേജിംഗ് കമ്മിറ്റീസിനോ അല്ലെങ്കിൽ ബാക്കിയുള്ള അതോറിറ്റീസിനോ പ്രൊവൈഡ് ചെയ്യേണ്ടതും ഒരു ഡ്യൂട്ടിയാണ്, അല്ലെങ്കിൽ ഒരു പവറാണ്. He shall be the officer to sue and to be sued on behalf of the union. യൂണിയൻ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കേസസ്, എന്തെങ്കിലും ഇഷ്യൂസ് വരുവാണെങ്കിൽ ആ ഇഷ്യൂ ആർക്ക് നേരെയാണ് പോകുന്നത്? സെക്രട്ടറിക്ക് നേരെയാണ്. സെക്രട്ടറിയാണ് അതിന് സ്യൂ ആവുന്നതും അതേപോലെ ടു ബി സ്യൂഡ് ആവുന്നതുമായിട്ടുള്ള പേഴ്സൺ എന്നത് സെക്രട്ടറിയാണ്.
പിന്നെ വരുന്നത് 169 ആണ്, എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. The registrar shall with the approval of the government fix the strength of the establishment, scale of pay, qualifications, mode of recruitment and the service conditions of the employees of the state cooperative union. രജിസ്ട്രാർ ആണ് ഗവൺമെന്റിന്റെ അപ്രൂവലോട് കൂടി ഈ കാര്യങ്ങൾക്ക് ഫിക്സ് ചെയ്യുന്നത്. എത്രയാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിന്റെ സ്ട്രെങ്ത് വേണ്ടത്, എസ്റ്റാബ്ലിഷ്മെന്റ് എങ്ങനെയാണ്, എത്രയാണ് പേയ്മെന്റ്, സ്കെയിൽ ഓഫ് പേ എത്രയാണ്, എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻസ് വേണ്ടുന്നത്, ഏത് രീതിയിലാണ് നമ്മൾ റിക്രൂട്ട്മെന്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി രജിസ്ട്രാർ ആണ് ചെയ്യുന്നത് വിത്ത് ദ അപ്രൂവൽ ഓഫ് ഗവൺമെന്റ്. പിന്നെ വരുന്നത് 170 ആണ്, ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് കോപ്പറേറ്റീവ് യൂണിയൻ. ഓഡിറ്റിനെ കുറിച്ചിട്ടാണ്. DCA ആണ് ഓഡിറ്റ് ചെയ്യുന്നത്. Cause to be audited by a person authorized by him by general or special order in writing in this behalf. DCA ആണ് ഓഡിറ്റ് ചെയ്യേണ്ടത്. DCA ഓഡിറ്റ് ചെയ്യുന്നില്ല എങ്കിൽ DCA ഓതറൈസ് ചെയ്യുന്ന പേഴ്സൺ ആണ്. ജനറൽ അല്ലെങ്കിൽ സ്പെഷ്യൽ ഓർഡർ പ്രകാരം ഓതറൈസ് ചെയ്യുന്ന പേഴ്സൺ ആണ് ഓഡിറ്റ് ചെയ്യേണ്ടത്. The accounts of every circle cooperative union and state cooperative union at least once in every year free of cost ആയിട്ട് once in an year ഓഡിറ്റ് ചെയ്തിട്ടുണ്ടാവണം. The audit shall include the verification of cash balance and securities and evaluation of the liabilities of the circle and the state cooperative unions and an assessment of as to whether the activities of the said unions have been conducted fairly and honestly. ഓഡിറ്റിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? വെരിഫിക്കേഷൻ ഓഫ് ക്യാഷ് ബാലൻസ്, അതേപോലെ തന്നെ സെക്യൂരിറ്റീസ്, അതേപോലെ തന്നെ വാല്യൂഷൻ, ലയബിലിറ്റീസിൻ്റെയും അസറ്റ്സിൻ്റെയൊക്കെ വാല്യൂഷൻ, ഇതൊക്കെ ഈ ഒരു ഓഡിറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു യൂണിയൻസ്, സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനോ അല്ലെങ്കിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനോ ആക്ടിവിറ്റീസ് ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടുള്ളത് കറക്റ്റ് ആയിട്ടാണോ എന്നുള്ളത് കൂടെ അസസ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും മാൽ പ്രാക്ടീസസ് ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും കൂടി ഓഡിറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. The audit report shall be in form specified by the DCA. ഓഡിറ്റ് റിപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് DCA സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഫോമിലാണ്. പിന്നെ 171 to 175 ഉണ്ട്, അത് ഓമിറ്റ് ചെയ്തിട്ടുള്ള, ക്യാൻസൽ ചെയ്തിട്ടുള്ള റൂൾസ് ആണ്, അത് നമുക്ക് പഠിക്കാനില്ല. ക്ലിയർ ആണോ എടുത്തതൊക്കെ? ഒരു ചാപ്റ്റർ തീർന്നു നമുക്ക്. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ ആണ്, അതുകൊണ്ടാണ് ഇന്ന് തന്നെ തീർത്തത്. ക്ലിയർ ആണോ?